ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് വിദേശത്തു നിന്നും വിളിക്കുന്നതിന് പ്രത്യേക ഫോൺ നമ്പർ ഏർപ്പെടുത്തിയതായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ MB ഗീതാലക്ഷ്മി അറിയിച്ചു. ഇന്ത്യയിൽ നിന്നും ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. 2 സേവനവും 24 മണിക്കൂറും ലഭ്യമാകും. ഇതിനു പുറമെ വാട്സപ്പ് മുഖേനയുള്ള അന്വേഷണങ്ങൾക്കായി പ്രത്യേക നമ്പറിലും ബന്ധപ്പെടാം. ഈ നമ്പറിൽ കോൾ സേവനം ലഭ്യമാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയ ദിന അവധി ദിവസങ്ങളിൽ ഒമാനിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് പേരെത്തി. ചൂട് മാറിയ കാലാവസ്ഥ അനുകൂല ഘടകമായിരുന്നു. രാജ്യത്തെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബുധനാഴ്ച മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മസ്കറ്റ് മേഖലയിലെ മത്ര കോർണിഷ്, മസ്കറ്റ് പാലസ്, റുസൈൽ പാർക്ക്, ഖുറിയാത്ത് ഡാം തുടങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലേക്കും ജനങ്ങൾ എത്തിയിരുന്നു. ഇത്തരം മേഖലകളിൽ വൻ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. മത്രയിൽ ആരംഭിച്ച റനീൻ ഫെസ്റ്റിവൽ ആസ്വദിക്കാൻ ഇന്നലെ മാത്രം 100 കണക്കിന് പേരാണ് എത്തിയത്. ഒമാന്റെ പല ഭാഗത്തു നിന്നും മസ്കറ്റ് മേഖലയിലേക്കും മസ്കറ്റിൽ നിന്നും മറ്റു ഭാഗങ്ങളിലേക്കും ജനങ്ങൾ അവധി ആഘോഷിക്കാൻ എത്തിയിരുന്നു. പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അർദ്ധരാത്രി വരെ തുറന്ന് പ്രവർത്തിച്ചു. അതിനാൽ അർദ്ധരാത്രി വരെ നഗരങ്ങളിൽ തിരക്കും അനുഭവപ്പെട്ടു. സ്വന്തമായി വാഹനങ്ങൾ ഇല്ലാത്തവർക്കും എളുപ്പത്തിൽ എത്താൻ കഴിയുന്നതിനാൽ മത്ര കോർണിഷിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. വൈകുന്നേരത്തോടെ തിരക്ക് ആരംഭിച്ചെങ്കിലും രാത്രിയോടെ തിരക്ക് വർദ്ധിച്ചത് ഗതാഗതക്കുരുക്കിനും കാരണമായി. അതുപോലെ തന്നെ ഖുറിയാത്ത് ഡാമും സന്ദർശകരുടെ ഇഷ്ടകേന്ദ്രമാണ്. ഡാം അർദ്ധരാത്രി വരെ തുറന്ന് പ്രവർത്തിക്കുന്നതിനാൽ രാത്രി വൈകിയും വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ഈ വർഷം ഒക്ടോബറിൽ ഒമാനിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ഖൽഹാത്തിലാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. 199.4 മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയതെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി എക്സിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം ഒമാനിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് സൊഹറിലാണെന്നും കുറവ് സെയ്ക്കിലാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. 44.4 ഡിഗ്രി വരെയായിരുന്നു സൊഹറിലെ ശരാശരി താപനില. സെയ്ക്കിൽ 13.7 ഡിഗ്രിയും റിപ്പോർട്ട് ചെയ്തതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി കൂട്ടിച്ചേർത്തു. സഹം 43.6 ഡിഗ്രി സെൽഷ്യസ്, ലിവ 42.5, സൂർ 42.1, വാദിമാവിൽ 42.1 എന്നിങ്ങനെയാണ് ഒക്ടോബറിൽ കൂടുതൽ താപനില രേഖപ്പെടുത്തിയ മറ്റ് പ്രദേശങ്ങൾ. ഹൈമ 18.1 ഡിഗ്രി സെൽഷ്യസ്, മസ്യൂന 18.5 ഡിഗ്രി, ദൽഖൂത്ത് 18.5 ഡിഗ്രി, ഖൈറൂൻ അൽ ഹിർത്തി 18.6 ഡിഗ്രി എന്നിവിടങ്ങളിലാണ് ഒക്ടോബറിൽ കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയ മറ്റ് സ്ഥലങ്ങളെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി കൂട്ടിച്ചേർത്തു. ഒമാൻ ദേശീയ ദിന പൊതു അവധി ദിവസങ്ങളിൽ ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം 25,000 പേർ സന്ദർശിച്ചു. രാജ്യത്തിന് അകത്തും പുറത്തു നിന്നുമുള്ള സഞ്ചാരികൾ മ്യൂസിയത്തിലെത്തിയതായി അധികൃതർ അറിയിച്ചു. അതേസമയം ഇന്നലെയും വലിയ തോതിൽ സന്ദർശകർ മ്യൂസിയത്തിലെത്തി. നിസ്വയിലെ മനാവ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം സന്ദർശിക്കാൻ വലിയ ആൾക്കൂട്ടം എത്തിയതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. മ്യൂസിയത്തിന് പുറത്ത് പാർക്കിങ്ങിൽ വരെ വാഹനങ്ങളുടെ വലിയ നിര കാണാമായിരുന്നു. ഓൺലൈൻ വഴി ബുക്ക് സൗകര്യം ഉപയോഗപ്പെടുത്തിയവർ നിരവധി പേരാണ്. ഇത് സന്ദർശകർക്കും ഏറെ ഗുണകരമായി. ശനി മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ രാത്രി 9 മണി വരെയും വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 7 മണി വരെയും സന്ദർശകരെ അനുവദിക്കും. പ്രധാന ഗേറ്റ്, വിജ്ഞാന കേന്ദ്രം തുടങ്ങിയവ രാവിലെ 9 മുതൽ രാത്രി 9 വരെ തുറക്കും. അടയ്ക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വരെ പ്രവേശനവും അനുവദിക്കും. സ്വദേശികൾക്കും GCC പൗരന്മാർക്കും 1 റിയാലും പ്രവാസികൾക്ക് 2 റിയാലുമാണ് പ്രവേശന ഫീസ്. വിനോദസഞ്ചാരികൾ 5 റിയാൽ നൽകണം. അതേസമയം 60 വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന വ്യക്തികൾ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 25 വയസ്സും അതിൽ താഴെയുമുള്ള വിദ്യാർത്ഥികൾ, സാധുവായ വിദ്യാർത്ഥി ഐഡിയോടെ ഉൾപ്പെടെ ചില ഗ്രൂപ്പുകൾക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കും. ന്യൂഡൽഹിയിലെ ഒമാൻ എംബസിയിൽ 54-ാം ദേശീയ ദിനം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. അംബാസഡർ ഇസാബിൻ സാലി അൽ ഷെയ്ബാനിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക, വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സർക്കാർ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ, ഉന്നതതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു.
അതിഥികൾക്ക് ഒമാൻ എംബസി ഉദ്യോഗസ്ഥർ ഊഷ്മള സ്വീകരണം ഒരുക്കി. സുൽത്താനേറ്റ് ഓഫ് ഒമാനും പ്രിയ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിനും രാജ്യത്തെ ജനങ്ങൾക്കും അതിഥികൾ ആശംസകളും നേർന്നു. അതേസമയം വിദേശ രാജ്യങ്ങളിലുള്ള ഒമാൻ എംബസികൾ സുൽത്താനേറ്റിന്റെ ദേശീയദിന ആഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ തുടരുകയാണ്. നെതർലാൻഡ്സിലെ എംബസിയിൽ നടന്ന ആഘോഷ പരിപാടികൾക്ക് ഒമാൻ അംബാസിഡർ ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള ബിൻ സാലിം അൽ ഹർത്തി നേതൃത്വം നൽകി. ഇറ്റലിയിലെ എംബസിയിൽ ഒമാൻ അംബാസിഡർ സെയ്ദ് നിസാർ ബിൻ അൽ ജുലാന്തൽ അൽ സൗദിന്റെ സാന്നിധ്യത്തിൽ ആഘോഷം സംഘടിപ്പിച്ചു. ജപ്പാനിലെ ഒമാൻ അംബാസിഡർ ഡോക്ടർ മുഹമ്മദ് ബിൻ സൗദ് അൽ ബുസൈദിയുടെ സാന്നിധ്യത്തിൽ ദേശീയ ദിനാഘോഷം നടന്നു. വിദേശകാര്യ സഹമന്ത്രി മിഗ്വാഗി തകുമയും പങ്കെടുത്തു. രാജ്യത്ത് തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. അതിവേഗ ഇന്റർനെറ്റ് സേവനം സാധ്യമാക്കുന്നതിന് ഫൈബർ ഓപ്റ്റിക്സ് കവറേജ് വ്യാപിപ്പിച്ച് ഒമാൻ ബ്രോഡ്ബാൻഡ്. അടുത്ത 3 വർഷത്തിനകം മസ്കറ്റ് ഗവർണറേറ്റിൽ 95% മറ്റ് ഗവർണറേറ്റുകളിൽ 50% ഫൈബർ ഓപ്റ്റിക്കിലേക്ക് മാറുമെന്നും OBB ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എഞ്ചിനീയർ സുൽത്താൻ അഹമ്മദ് അൽ വഹൈബി കൂട്ടിച്ചേർത്തു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 4,64,400ഓളം ഫൈബർ ഓപ്റ്റിക് കണക്ഷനുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ 4,22,100 യൂണിറ്റുകളും മസ്കറ്റ് ഗവർണറേറ്റിലാണ്. ഇതിനാവശ്യമായ സംവിധാനങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ടെലികോം കമ്പനികൾക്കും ഉറപ്പുവരുത്തുകയും ചെയ്യും. മേഖലയിൽ 2014 ശേഷം 287 ദശലക്ഷം റിയാലിന്റെ നിക്ഷേപം നടത്തുകയും ചെയ്തതായി എഞ്ചിനീയർ സുൽത്താൻ അഹമ്മദ് അൽ വഹൈബി അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു. അതേസമയം ഒമാൻ ബ്രോഡ്ബാൻഡിംഗ് മേഖലയിൽ 99.5% സ്വദേശിവൽക്കരണം പൂർത്തിയാക്കി. 190 ഒമാനികളാണ് നേരിട്ടുള്ള ജീവനക്കാർ. വിവിധ കരാർ സ്ഥാപനങ്ങൾ വഴി 281 സ്വദേശികളും ജോലിയെടുക്കുന്നു. 694 ചെറുകിട ഇടത്തരം കമ്പനികളും 60 ഫ്രീലാൻസ് സ്ഥാപനങ്ങളും ഒമാൻ ബ്രോഡ്ബാൻഡിംഗ് മേഖലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. 1194 സ്ഥാപനങ്ങൾക്കും 562 തൊഴിലന്വേഷകർക്കും 115 യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കുമാണ് ഈ കാലയളവിൽ പരിശീലനം നൽകിയത്. സുൽത്താൻ ഹൈത്തം സിറ്റി, സൊഹർ സ്മാർട്ട് സിറ്റി, അൽഖ്വൈർ ഡൗൺ ടൗൺ പദ്ധതി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഫൈബർ ഇന്റർനെറ്റ് സേവനം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. ഹൈത്തം സിറ്റിയിൽ 10,000 ഹൗസിംഗ് യൂണിറ്റുകളിൽ ഫൈബർ ഇന്റർനെറ്റ് ലഭ്യമാക്കും. എണ്ണ, പാചകവാതകം, വൈദ്യുതി, ജലവിതരണ മേഖലയിൽ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾക്കും ഫൈബർ ഇന്റർനെറ്റ് ഉറപ്പുവരുത്തും. രാജ്യത്തെ ഡിജിറ്റൽ കണക്ടിവിറ്റി വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ഒമാൻ ബ്രോഡ്ബാൻഡ് കമ്പനി അറിയിച്ചു. മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 29ാമത് എഡിഷൻ അടുത്ത വർഷം ഏപ്രിൽ, മെയ് മാസങ്ങളിലായി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ഏപ്രിൽ 23 മുതൽ മെയ് 2 വരെ കൂടുതൽ പ്രസാധകരുടെ പങ്കാളിത്തത്തോടെയാകും മേള ഒരുങ്ങുന്നത്. വടക്കൻ ഷെർക്കിയാണ് അടുത്ത തവണത്തെ അതിഥി ഗവർണറേറ്റ്. 28ാമത് എഡിഷൻ മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ റെക്കോർഡ് സന്ദർശകരായിരുന്നു എത്തിയിരുന്നത്. 12 ദിവസങ്ങളിലായി 3,94,172 അക്ഷരപ്രേമികൾ മേളയിൽ എത്തിയതായി ഇൻഫർമേഷൻ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിച്ചു. 130ഓളം പരിപാടികൾ അനുബന്ധമായി അരങ്ങേറി. 34 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 847 പ്രസാധകർ പുസ്തകമേളയുടെ ഭാഗമായി. ലോക ഭാഷകളിൽ നിന്നുള്ള 6,22,000 പുസ്തകങ്ങൾ വായനക്കാർക്ക് ലഭ്യമായിരുന്നു. വിവിധ ഭാഷകളിലെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞു. മലയാളത്തിൽ നിന്നും നിരവധി പ്രസാധകരുടെ പുസ്തകങ്ങൾ കഴിഞ്ഞ തവണ മേളയിൽ എത്തിയിരുന്നു. 100 കണക്കിന് മലയാളി വായനക്കാരാണ് ഓരോ ദിവസവും പവലിയനുകൾ സന്ദർശിച്ചത്. ഒരേ സമയം വേറിട്ട പരിപാടികളും പ്രദർശനങ്ങളും ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ അരങ്ങേറി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.